ഫൈനലി സാംസങ് ഒരു കിഡിലൻ ഫോൺ ഇറക്കിയിട്ടുണ്ട്. സാംസങ് ഗാലക്സി A73 5G. നല്ല ഡിസ്പ്ലേ ആണ്, നല്ല ഒരു ഓവറോൾ പെർഫോമൻസ് കിട്ടുന്നുണ്ട്, പിന്നെ അടിപൊളി ക്യാമറ പെർഫോമൻസ് ആണ്. പക്ഷേ ഈ ഒരു ഫോൺ കണ്ണടച്ച് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവിടെ ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വീഡിയോ അവസാനം വരെ കാണുക, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഫോണിൻ്റെ പാക്കേജിങ്ങിൽ ഓബ്വിയസ്ലി ഫോൺ വരുന്നുണ്ട്, ഡോക്യുമെന്റേഷൻ, ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിംഗ് കേബിൾ ആൻഡ് ഫൈനലി സിം ഇജക്ടർ പിൻ. വളരെ നല്ലൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്, നോ ഡൗട്ട്. നല്ല കളർ കാലിബ്രേഷൻ, ഡീപ് ബ്ലാക്സ്, നമ്മൾ ആ നോർമൽ സാംസങ്ങിൻ്റെ സൂപ്പർ ആംബുലറ്റ് ഡിസ്പ്ലേ എന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാം വരുന്നുണ്ട്. ഇത്തവണ സൂപ്പർ ആംബുലറ്റ് പ്ലസ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. സാംസങ് പറയുന്നതനുസരിച്ച് ഇത് 30% തിന്നറാണ്. വളരെ നല്ല വ്യൂയിങ് ആംഗിൾസ് കിട്ടുന്നുണ്ട്. ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും നല്ല കളർ കോൺട്രാസ്റ്റ് ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. 6.7 ഇഞ്ചിൻ്റെ ആണ് ഡിസ്പ്ലേ. ഓക്കെ, സോ അത്യാവശ്യം നീളമുള്ള ഒരു ഫോണാണ്. സോ വൺ ഹാൻഡ് ഫോൺ എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. സോ ആ ഒരു കോമ്പാക്ട് ഫാക്ടർ വരുന്നില്ല, അത്യാവശ്യം നീളമുള്ള ഒരു ഫോണാണ്. 800 നിറ്റ്സിൻ്റെ ആണ് പീക്ക് ബ്രൈറ്റ്നസ്. അത്യാവശ്യം ബ്രൈറ്റ്നസ് ഉണ്ട്. ബ്രൈറ്റ്നസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്, നല്ല കോൺട്രാസ്റ്റ്, നല്ല ലെജിബിലിറ്റി കിട്ടുന്നുണ്ട്. നോ പ്രോബ്ലം വിത്ത് ദ ബ്രൈറ്റ്നസ്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ല രീതിയിൽ അവർ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒപ്റ്റിമൈസേഷൻ പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്. 120 ഹെർട്സിൻ്റെ സൂപ്പർ സ്മൂത്ത് ഒരു ഫ്ലോ കിട്ടുമല്ലോ, അതെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. പിന്നെ ഡിസ്പ്ലേൻ്റെ ബെസൽസും നല്ല കനം കുറഞ്ഞ ബെസൽസ് ആണ്. ഈവൻ ബോട്ടം ചിന്നും നല്ല കനം കുറഞ്ഞ ചിന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ നല്ലൊരു വൈഡ് വ്യൂയിങ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. യൂട്യൂബ് ആണെങ്കിലും നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും നമുക്ക് ആ ഒരു HDR സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ യൂട്യൂബിൽ 4K പ്ലേബാക്കിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. OTT പ്ലാറ്റ്ഫോംസിലുള്ള പ്ലേബാക്കിലും ഇഷ്യൂ ഒന്നുമില്ല. ഓക്കെ, 1080p ഫുൾ HD കണ്ടന്റ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റീരിയോ സ്പീക്കർ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. സോ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു ഓവറോൾ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് തരുന്നുണ്ട്. പക്ഷേ സാംസങ് കഴിഞ്ഞ വർഷം ഇറക്കിയ സാംസങ് ഗാലക്സി A72 5G എന്ന ഫോണിൽ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ടായിരുന്നു. ഇത്തവണ സാംസങ് ഹെഡ്ഫോൺ ജാക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ബോക്സിൽ ചാർജറും കിട്ടുന്നില്ല. ഓക്കെ, സോ വെൽക്കം ടു 2022. പിന്നെ ഈ ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കുന്ന ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഫാസ്റ്റ് ആണ്, സെക്യൂർ ആണ്. അതേ രീതിയിൽ ഫേസ് അൺലോക്കിലും ഇഷ്യൂ ഒന്നുമില്ല. ഓക്കെ, രണ്ടും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സൂപ്പർ ആംബുലറ്റ് ഡിസ്പ്ലേ ആയതുകൊണ്ട് ഓൾവേസ് ഓൺ ഡിസ്പ്ലേൻ്റെ ഫീച്ചറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു ടിപ്പിക്കൽ A സീരീസ് സാംസങ് ഫോണിൻ്റെ ഡിസൈനാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇത്തവണ കുറച്ചും കൂടി ഒരു ബോക്സി ഡിസൈനാണ്, ഒരു ഫ്ലാറ്റ് ബോക്സി ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ ഒരു സൂപ്പർ ആംബുലറ്റ് പ്ലസ് ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് സാംസങ് പറയുന്നതനുസരിച്ച് നോർമൽ സൂപ്പർ ആംബുലറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സൂപ്പർ ആംബുലറ്റ് പ്ലസ് 30% തിന്നറാണ്. 7.6 mm ആണ് തിക്നെസ്. സോ അത്യാവശ്യം സ്ലിം ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ഓക്കെ, 181 ഗ്രാം ആണ് വെയിറ്റ്. സോ തീർച്ചയായിട്ടും ഹാൻഡി ആണ്. ഈ ഫോൺ 3 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്, മിന്റ് ഗ്രീൻ, വൈറ്റ് ആൻഡ് ഗ്രേ. നമ്മുടെ കയ്യിലുള്ള വേരിയന്റ് ആണ് മിന്റ് ഗ്രീൻ. ഫോണിൽ IP67 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ഫോൺ വാട്ടർ സ്പ്ലാഷ് ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ആണ്. പിന്നെ ഈ പ്രൈസ് പോയിന്റിൽ മറ്റു ഫോൺസിൽ ഗ്ലാസ് ബാക്ക് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ സാംസങ്ങിന്റെ ഗ്ലാസ് ബാക്ക് വേണമെങ്കിൽ ഓൺലി ഹൈ ക്ലാസ്, ഓൺലി S സീരീസ് വാങ്ങിയാൽ മാത്രമേ ഗ്ലാസ് ബാക്ക് കിട്ടുള്ളൂ. ബാക്കി എല്ലാ ഫോൺസിലും പ്ലാസ്റ്റിക്കിൻ്റെ ബാക്ക് തന്നെയാണ് വരുന്നത്. ഫോണിൻ്റെ ടോപ്പിൽ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നുണ്ട്. പിന്നെ സിം ട്രേ. ഫോണിൻ്റെ റൈറ്റ് സൈഡിലാണ് വോളിയം റോക്കർ ആൻഡ് പവർ ബട്ടൺ. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ്ലി പ്ലെയിൻ ആണ്. ബോട്ടമിൽ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ഉണ്ട്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് ആൻഡ് മൈക്ക്. 108 മെഗാ പിക്സലിൻ്റെ OIS സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൈമറി ക്യാമറയാണ് വരുന്നത്. ഇതിലുള്ള സെൻസറാണ് സാംസങ്ങിൻ്റെ S.LSI സെൻസറാണ് ഇവിടെ വന്നിരിക്കുന്നത്. 12 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ് വരുന്നുണ്ട്. 5-ന്റെ മാക്രോ, പിന്നെ 5-ന്റെ ഡെപ്ത് കൊടുത്തിട്ടുണ്ട്. 4K 30 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഇവിടെയും മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ ആണ് 4K 30 FPS. ഈ ഫോണിൻ്റെ ഹൈലൈറ്റ് തീർച്ചയായിട്ടും ഈ ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസ് ആണ്. ആ ഒരു പ്രീമിയം ലെവൽ A സീരീസ് ക്യാമറ പെർഫോമൻസ് ഉണ്ടല്ലോ, അതിവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ നല്ല ഒരു ക്യാമറ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. നോർമൽ ഫോട്ടോ, ഹ്യൂമൻ സബ്ജക്റ്റ്, ഏത് ലൈറ്റിംഗ് കണ്ടീഷൻ ആണെങ്കിലും വളരെ നല്ല ഡൈനാമിക് റേഞ്ച് ആണ് ക്യാപ്ചർ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നല്ല ഡീറ്റെയിൽസ് വരുന്നുണ്ട്, നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്, നല്ല വൈബ്രൻസ് വരുന്നുണ്ട് എല്ലാ ഫോട്ടോസിലും. എന്നാൽ കളർ മാറുന്നില്ല, പക്ഷെ നല്ല വൈബ്രൻസ് കിട്ടുന്നുണ്ട്. നോർമലി സാംസങ് ഫോൺസിൽ സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് വരുമ്പോൾ നല്ല ക്യാമറ പെർഫോമൻസ് കിട്ടാറുണ്ട്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഓക്കെ, സ്പെഷ്യലി ഇംപ്രസീവ് ആയിട്ട് തോന്നിയത് അൾട്രാവൈഡ് ക്യാമറയാണ്. ഞാൻ നോർമലി അൾട്രാവൈഡ് ക്യാമറകളെ കുറിച്ച് അങ്ങനെ സംസാരിക്കാറില്ല, പക്ഷേ ഇവിടെ നല്ല ഇംപ്രസീവ് അൾട്രാവൈഡ് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. സ്പെഷ്യലി ഡേ ലൈറ്റിൽ പ്രൈമറി ഫോട്ടോ ആൻഡ് അൾട്രാവൈഡ് സൈഡ് ബൈ സൈഡ് ഷെയർ ചെയ്യുന്നുണ്ട്. കണ്ടു നോക്കുക, കമ്പയർ ചെയ്ത് നോക്കുക. മാക്രോ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 5 മെഗാ പിക്സലിൻ്റെ മാക്രോ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട്. കളേഴ്സൊക്കെ ഓക്കെയാണ്. പക്ഷേ ഒരുപാട് ക്ലോസ് നമുക്ക് പോകാൻ പറ്റില്ല. അതായത് ട്രൂ മാക്രോ പെർഫോമൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ക്ലോസ് പോകണമല്ലോ, ആ അത്രയും ക്ലോസ് പോകാൻ പറ്റുന്നില്ല. സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. ഫോണിൻ്റെ നൈറ്റ് മോഡ് പെർഫോമൻസ് നല്ലതാണ്. അതായത് A സീരീസ് ഫോണിൽ കിട്ടുന്ന ഒരു നൈറ്റ് മോഡ് ഓപ്റ്റിമൈസേഷൻ ഉണ്ടല്ലോ, അത് ഇവിടെയും കിട്ടുന്നുണ്ട്. ഈവൻ 4K 30 FPS-ലും വളരെ നല്ല സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. A53-ൽ 4K-ൻ്റെ സ്റ്റെബിലൈസേഷൻ അത്രയും പോരായിരുന്നു, പക്ഷേ ഇവിടെ 4K വരുമ്പോൾ നല്ല സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. സോ ഓബ്വിയസ്ലി 1080p ആണെങ്കിലും അവിടെ നല്ല സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. നല്ല ഓവറോൾ നല്ലൊരു ക്യാമറ പെർഫോമൻസ് കിട്ടുന്നുണ്ട് വീഡിയോയിൽ. ഓക്കെ, വളരെ നല്ല കളേഴ്സാണ് വരുന്നത്, നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല രീതിയിൽ ഫോക്കസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഡൈനാമിക് റേഞ്ച് ഒക്കെ നല്ല രീതിയിൽ അത് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. സോ വീഡിയോൻ്റെ പെർഫോമൻസിൽ നോ ഇഷ്യൂ.
സെൽഫി ക്യാമറ എഗെയിൻ നല്ലതാണ്. സോ ഞാൻ പറഞ്ഞില്ല, ഓവറോൾ നല്ലൊരു ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ സെൽഫി ക്യാമറ സ്കിൻ ടോൺ ഒക്കെ പക്കയാണ്, കറക്റ്റ് സ്കിൻ ടോൺ വരുന്നുണ്ട്. ഈവൻ പോർട്രേറ്റ് സെൽഫീസ് നല്ല രീതിയിൽ വരുന്നുണ്ട്. സെൽഫി വീഡിയോ ക്യാമറ പെർഫോമൻസും നല്ലതാണ്. ഓക്കെ, നല്ല കളേഴ്സും നല്ല സ്കിൻ ടോൺ ഒക്കെ വരുന്നുണ്ട്. ഈവൻ ഡൈനാമിക് റേഞ്ചും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബാക്കിൽ ലൈറ്റ് ഉണ്ടെങ്കിലും ഫേസ് ഒക്കെ നല്ല ക്ലിയർ ആണ്. ഇവിടെ സ്റ്റെബിലൈസേഷൻ വരുന്നത് 1080p-ലാണ്. സോ 1080p at 30 FPS-ൽ സെൽഫി വീഡിയോയിലും നല്ല സ്റ്റെബിലൈസേഷൻ, അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ സാംസങ്ങിൻ്റെ ആ ഒരു ഒബ്ജക്റ്റ് ഇറേസർ ഫീച്ചർ ഉണ്ടല്ലോ, അത് ഇവിടെയും വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഫോട്ടോയിൽ അനാവശ്യമായ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ഇങ്ങനെ ഇറേസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ആ ഒരു ഫോട്ടോ റീമാസ്റ്റർ ടൂൾ, അതായത് നമ്മുടെ വിവിഡ്നെസ്സും ആ ഒരു കോൺട്രാസ്റ്റ് ഒക്കെ ഓട്ടോമാറ്റിക്കലി AI യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ഇവിടെ ചെയ്യാം. നല്ലൊരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. ഞാൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചു തരാം. പിന്നെ സാംസങ് പറയുന്ന പോലെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് ആണോ എന്ന് പറഞ്ഞാൽ ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് അല്ല, പക്ഷേ ക്ലോസ് ടു ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയാൻ പറ്റും. അതായത് നല്ല അടുത്ത് നിൽക്കുന്നുണ്ട്. ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ഇതിൽ ടെലിഫോട്ടോ ലെൻസ് വരുന്നില്ല. സാംസങ് ഗാലക്സി A72 ടെലിഫോട്ടോ ലെൻസ് ഉണ്ടായിരുന്നു, ഇവിടെ എടുത്ത് മാറ്റി. ഓക്കെ, സെക്കൻഡ് ആണ് 40,000 പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണാണ്. അവിടെ ടെലിഫോട്ടോ ലെൻസ് കൊടുക്കേണ്ടായിരുന്നു. എനിവേ ഈ ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസിൽ ഞാൻ ഹാപ്പിയാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടെ താഴെ ഷെയർ ചെയ്യുക. ഓക്കെ, ഒരു ഫോട്ടോ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതും താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഓക്കെ, ഈ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 770H ചിപ്സെറ്റ് ഓൾറെഡി സാംസങ് 2 ഫോൺസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. M52-ലുണ്ട്, പിന്നെ A52s-ലും വന്നിട്ടുണ്ട്. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു സാംസങ് ഇത് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഓപ്റ്റിമൈസേഷൻ. കാരണം വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് കിട്ടിയത്. നല്ല സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട്, അങ്ങനെ ജിറ്റേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഈയിടെ അൺബോക്സ് ചെയ്ത M33 ആണെങ്കിലും A53 ആണെങ്കിലും അതിലുള്ള എക്സിനോസ് ചിപ്സെറ്റ് കംപ്ലീറ്റ്ലി ഓപ്റ്റിമൈസ്ഡ് അല്ലായിരുന്നു. ചെറിയ ജിറ്റേഴ്സൊക്കെ അതിൽ ഞാൻ ഫേസ് ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ വളരെ സ്മൂത്ത് പെർഫോമൻസ് ആണ് കിട്ടിയത്. ഔട്ട് ഓഫ് ദ ബോക്സ് ലേറ്റസ്റ്റ് Android 12 വരുന്നുണ്ട് വിത്ത് ലേറ്റസ്റ്റ് One UI 4.1. പിന്നെ ഈ ഒരു ഫോണിലും A സീരീസ് ഫോൺ ആയതുകൊണ്ട് സാംസങ് ഇതിൽ 4 ഇയേഴ്സിൻ്റെ OS അപ്ഡേറ്റ് പ്രോമിസ് ചെയ്യുന്നുണ്ട് വിത്ത് 5 years ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റ്. പിന്നെ സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് നോക്ക് സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ട്. സെക്യൂർ ഫോൾഡറിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. NFC-ൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് സാംസങ് പേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നോർമലി സാംസങ് ഡെക്സ് ഒഴിവാക്കിയാൽ ബാക്കി എല്ലാ സാംസങ് ഫീച്ചേഴ്സ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അതിനോടൊപ്പം തന്നെ അത്യാവശ്യം ബ്ലോട്ട്വെയർസും കൊടുത്തിട്ടുണ്ട്. നല്ലോണം ബ്ലോട്ട്വെയർസ് ഉണ്ട്. 4.7 lakhൻ്റെ ഡീസൻറ്റ് AnTuTu സ്കോർ കിട്ടുന്നുണ്ട്. നോർമലി ഈ ഒരു ചിപ്സെറ്റ് വെച്ച് കുറച്ചും കൂടി AnTuTu സ്കോർ കിട്ടേണ്ടതാണ്. പക്ഷേ സാംസങ്ങിൻ്റെ ഫോൺസിൽ നോർമലി AnTuTu സ്കോർ കുറവായിരിക്കും. ഓക്കെ, ഗെയിമിംഗ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ BGMI ആ ഒരു സ്മൂത്ത് എക്സ്ട്രീം വന്നിട്ടുണ്ട്. സോ 60 FPS നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. ഡീസൻറ്റ് ലെവൽ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഒരുപാട് നേരം കളിക്കുമ്പോൾ ആ ഒരു ജിറ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഹീറ്റിംഗ് ഒന്നുമില്ല കേട്ടോ. പക്ഷേ സാംസങ്ങിൻ്റെ ഗെയിമിംഗ് ഓപ്റ്റിമൈസേഷൻ ചെറിയ ജിറ്റേഴ്സ് ഒക്കെ എപ്പോഴും വരാറുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. കളിക്കാൻ പറ്റും, അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ പ്രോ ഗെയിമിങ്ങിന് വേണ്ടിയുള്ള ഒരു ഫോണല്ല ഇത്. ഫോണിൽ 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. ബോക്സിൽ ചാർജർ വരുന്നില്ല. ഓക്കെ, സോ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു ചാർജർ ഇല്ലെങ്കിൽ പുതിയൊരു ചാർജർ മേടിക്കേണ്ടി വരും. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് വളരെ ആവറേജ് ആയിരുന്നു. അതായത് മിഡ് റേഞ്ച് സെഗ്മെന്റിൽ കിട്ടുന്ന ആ ഒരു വൈബ്രേഷൻ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഉണ്ടല്ലോ, നോർമൽ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. കാരിയർ റെഗുലേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. SAR വാല്യൂ ഈസ് ഓൾസോ അണ്ടർ ലിമിറ്റ്. ഹൈബ്രിഡ് സിം സ്ലോട്ടിൻ്റെ ഓപ്ഷനാണ് വരുന്നത്. പിന്നെ സാംസങ്ങിൻ്റെ ആ ഒരു RAM പ്ലസ് എക്സ്റ്റൻഡഡ് റാമിൻ്റെ ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ 8GB 128GB പ്രൈസ് ആണ് 41,999. 8GB 256GB പ്രൈസാണ് 44,999. പിന്നെ ഒരു ഇൻട്രൊഡക്ടറി ഓഫർ വരുന്നുണ്ട്. 3,000 rupees ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട് വിത്ത് SBI ആൻഡ് ICICI ബാങ്ക് കാർഡ്സ്. പിന്നെ 7,500 രൂപ വില വരുന്ന സാംസങ്ങിൻ്റെ ബഡ്സ് ലൈവ് TWS നിങ്ങൾക്ക് ഈ ഫോണിൻ്റെ കൂടെ 500 രൂപയ്ക്ക് വേണമെങ്കിൽ മേടിക്കാം. 40,000 rupees, അതായത് 40,000 രൂപയുടെ പ്രൈസ് കാറ്റഗറി വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളും മച്ച് ബെറ്റർ ചിപ്സെറ്റ് നിങ്ങൾക്ക് ഈ പ്രൈസ് റേഞ്ചിൽ മറ്റ് ഫോൺസിൽ കിട്ടും. 888+ വരെ കിട്ടുന്നുണ്ട് ഈ പ്രൈസ് റേഞ്ചിൽ. ഓക്കെ, സോ നിങ്ങൾ ചിപ്സെറ്റ് മാത്രം നോക്കിയിട്ട് അല്ലെങ്കിൽ ഗെയിമിംഗ് പെർഫോമൻസ് മാത്രം നോക്കിയിട്ടാണ് ഒരു ഫോൺ നോക്കുന്നതെങ്കിൽ മറ്റ് ഫോൺസ് നോക്കേണ്ടി വരും. പക്ഷേ ഇവിടെയുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിൻ്റെ വളരെ ക്ലോസ് ടു ഫ്ലാഗ്ഷിപ്പ് ക്യാമറ പെർഫോമൻസ് വരുന്നുണ്ട്. പിന്നെ സാംസങ്ങിൻ്റെ സോഫ്റ്റ്വെയർ പെർഫോമൻസ്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്, 4 വർഷത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ പ്രോമിസ് ഒക്കെ ഉണ്ടല്ലോ, അത് ഇവിടെ കിട്ടുന്നുണ്ട്. സോ ആ ഒരു ബാലൻസ് നിങ്ങൾ വേണം തീരുമാനിക്കാൻ. എന്താണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ്, അതനുസരിച്ച് വേണം നിങ്ങളൊരു ഡിസിഷൻ എടുക്കാൻ. പിന്നെ സാംസങ്ങിൻ്റെ ലോഞ്ച് പ്രൈസിങ്ങിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് എപ്പോഴും കൂടുതലായിരിക്കും. എപ്പോഴും സാംസങ്ങിൻ്റെ ലോഞ്ച് പ്രൈസ് കൂടുതലായിരിക്കും. കുറച്ചും കൂടെ കുറയട്ടെ. അതായത് 35 താഴെ കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള മാർക്കറ്റ് സിറ്റുവേഷനും പിന്നെ ഇപ്പോൾ നിലവിലുള്ള പ്രൈസിങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നല്ലൊരു സാംസങ് ഫോൺ ആയിരിക്കും. പിന്നെ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ സാംസങ് ഗാലക്സി S20 FE 5Gയും വരുന്നുണ്ട്. സോ അതും വളരെ നല്ലൊരു ഫോണാണ്. ഇതേ പ്രൈസ് റേഞ്ചിലാണ് കിട്ടുന്നത്. ഓക്കെ, സോ ഡിസിഷൻ നിങ്ങളാണ് എടുക്കേണ്ടത്. ഓക്കെ, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ഞാൻ മെൻഷൻ ചെയ്യണം. അതെൻ്റെ ഡ്യൂട്ടിയാണ്. ഡിസിഷൻ എടുക്കേണ്ട ഡ്യൂട്ടി നിങ്ങളുടേതാണ്. ദിസ് ഈസ് എ ഫ്രണ്ട് ഓഫ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.